നമസ്കാരം. മസാല ബോണ്ട് കേസിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിന്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് ഇഡിയുടെ പുതിയ സമൻസ് എന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്. നിയമ പോരാട്ടം തുടരാനാണ് ഐസക്കിന്റെ തീരുമാനം. മൊഴി നൽകാൻ തൽക്കാലം ഹാജരാകില്ല. നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇഡിയുടെ സമൻസിന് വിശദമായി മറുപടി നൽകി. ഇഡി വീണ്ടും ഇതേ ന്യായങ്ങൾ പറഞ്ഞ് സമൻസ് അയക്കുകയാണെങ്കിൽ സംരക്ഷണത്തിന് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണമെന്നതാണ് ഇപ്പോഴത്തെ സമൻസ്. ആദ്യം നൽകിയ 2 സമൻസുകൾ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഹർജി പൂർണ്ണമായും ഹൈക്കോടതി അനുവദിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി അനുവദിച്ച ഹർജികളിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കോടതി അംഗീകരിച്ചു എന്നർത്ഥമെന്ന് ഐസക് പറയുന്നു. CPM നേതൃത്വത്തിന്റെ നിലപാട് കൂടി മനസ്സിലാക്കിയാണ് ഇഡിക്കെതിരെ നിയമ പോരാട്ടം ഐസക് തുടരുക. തോമസ് ഐസക്കിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിന്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് ഇഡിയുടെ പുതിയ സമൻസും. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇഡിയുടെ സമൻസിന് വിശദമായ മറുപടി നൽകി. ഇഡി വീണ്ടും ഇതേ ന്യായങ്ങൾ പറഞ്ഞ് സമൻസ് അയക്കുകയാണെങ്കിൽ സംരക്ഷണത്തിന് കോടതിയെ സമീപിക്കും. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണമെന്നതാണ് ഇപ്പോഴത്തെ സമൻസ്. എനിക്ക് ആദ്യം നൽകിയ 2 സമൻസുകൾ കേരള ഹൈക്കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. എന്റെ ഹർജി പൂർണ്ണമായി ഹൈക്കോടതി അനുവദിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി അനുവദിച്ച എന്റെ ഹർജികളിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കോടതി അംഗീകരിച്ചു എന്നർത്ഥം. ഫെമ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് 12/7/2022 1/8/2022 ഇഡി എനിക്ക് നേരത്തെ സമൻസുകൾ അയച്ചിരുന്നത്. ഈ സമൻസുകൾ ഫെമ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നിയമലംഘനം കണ്ടെത്തിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമല്ല, മറിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്താനാകുമോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ്. ഇത്തരത്തിലുള്ള റോവിംഗ് എൻക്വയറി നടത്താൻ അധികാരമില്ല എന്നതായിരുന്നു എൻ്റെ പ്രധാന വാദം. അന്വേഷണം എന്തെങ്കിലും നിയമലംഘനം കുറ്റം ഉണ്ടെന്ന സാഹചര്യത്തിലെ അന്വേഷണം പറ്റൂ, അല്ലാതെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി കാടും പടുപ്പും തല്ലിയുള്ള അന്വേഷണം പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ നടത്തുന്നത് പ്രാഥമിക അന്വേഷണമാണെന്ന ഇഡിയുടെ വാദത്തെ ഹൈക്കോടതിയിൽ എതിർത്തിരുന്നു. അത്തരമൊരു അധികാരം ഫെമ നിയമം നൽകുന്നില്ല. അതെന്റെ എതിർ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. എന്റെ ഹർജി അംഗീകരിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ലെന്ന് തന്നെ പറഞ്ഞു. ഇഡി നൽകിയ സമൻസുകൾ റദ്ദാക്കണമെന്ന എന്റെ ആവശ്യത്തിന് ഉപോത്ബലകമായി പറഞ്ഞ കാരണം അധികാരമില്ലാത്തതും ഫെമ വ്യവസ്ഥകളെ അതിലംഘിക്കുന്നതുമാണ് ഇഡിയുടെ സമൻസുകൾ എന്നതാണ്. എന്റെ ഹർജി പൂർണ്ണമായും അംഗീകരിച്ച കോടതി ഈ അടിസ്ഥാന വസ്തുത വാസ്തവത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതാണ് നിയമലംഘനം അന്വേഷിക്കാനല്ലാതെ കുറ്റം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ലെന്ന് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ഇഡി നൽകിയിരിക്കുന്ന പുതിയ സമൻസ് കോടതി വിധിയുടെ ഈ അന്തസ്സത്തെ മാനിക്കാത്തതും എന്താണോ കോടതി പാടില്ലെന്ന് പറഞ്ഞത് അതേ രീതിയിലുള്ള വഴിവിട്ട നടപടിയുമാണ്. മറ്റൊരു റോവിംഗ് അന്വേഷണത്തിനാണ് ഇഡി തുനിയുന്നത്. ഇത് നിയമവിരുദ്ധവും കോടതി വിധിയുടെ ലംഘനവുമാണ്. പഴയ സമൻസുകൾ എന്തുകൊണ്ടാണോ പിൻവലിക്കാൻ ഇഡി നിർബന്ധിതമായത് അതേ സ്വഭാവത്തിലുള്ള സമൻസാണ് ഇപ്പോഴത്തേത്. മസാല ബോണ്ട് ഇറക്കിയതും അതിന്റെ ധനവിനിയോഗം സംബന്ധിച്ചുമാണ് ഇഡി വിവരങ്ങൾ ആരായുന്നത് എന്നാണ് സമൻസ് പറയുന്നത്. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ, കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ്. മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല. മാത്രമല്ല RBI അനുമതിയോടെ എടുത്ത മസാല ബോണ്ട് ധനവിനിയോഗം ചട്ടമനുസരിച്ച് എല്ലാ മാസവും RBI അറിയിക്കുന്നതാണ്. അത് സംബന്ധിച്ച് ഇന്നേവരെ ഏതെങ്കിലും ആക്ഷേപം മസാല ബോണ്ട് റെഗുലേറ്ററി അതോറിറ്റിയായ RBI പറഞ്ഞിട്ടില്ല. ഇഡിക്ക് ഇവിടെയുള്ള അധികാരം എന്തെങ്കിലും നിയമലംഘനം ഉണ്ടാകുന്ന പക്ഷം നടത്താവുന്ന അന്വേഷണമാണ്. അത്തരമൊരു നിയമലംഘനവും ഒരു ഘട്ടത്തിലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി എന്താണോ പാടില്ലെന്ന് പറഞ്ഞത് അതേ രീതിയിൽ ആവർത്തിക്കുന്ന ഈ സമൻസ് പിൻവലിക്കണമെന്നാണ് ഇഡിക്ക് ഇന്ന് കൊടുത്ത മറുപടിയിലെ എൻ്റെ ആവശ്യമെന്നാണ് ഐസക് കുറിച്ചിരിക്കുന്നത്.